ഇന്ധന സെസ് അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കെതിരെ പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭയ്ക്കകത്ത് നടത്തുന്ന പ്രതിഷേധങ്ങളുടെ വിശദമായ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ മാത്യു സൂചിപ്പിച്ചത് ഇന്നത്തെ ഒരു വാർത്ത എൻ്റെ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ഇത് പ്രതിപക്ഷത്തിന്റെ മാത്രം പ്രശ്നമാണ്, ജനങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളത്. അതൊട്ടും സത്യസന്ധമല്ലാത്ത രാഷ്ട്രീയ അന്ധത ബാധിച്ചൊരു വിലയിരുത്തലാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ട്? ഇത് ബാധിക്കുന്നത് കേവലം കോൺഗ്രസിനെ മാത്രമാണോ? ഇത് ബാധിക്കുന്നത് കേവലം കുറച്ച് UDF അനുഭാവികളെ മാത്രമാണോ? ഇത് ബാധിക്കുന്നത് കേരളത്തിലെ ഓരോ ഹൗസ് ഹോൾഡിനെയുമാണ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അധ്വാനിക്കുന്ന, പണിയെടുക്കുന്ന മുഴുവൻ സാധാരണക്കാരനെ ഇത് ബാധിക്കുകയാണ്. നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി 1 ലിറ്റർ എണ്ണ അടിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അധികം വരുന്ന സെസ് ഉൾപ്പെടെ 110 രൂപ അവിടെ എണ്ണിക്കൊടുക്കേണ്ടി വരുമ്പോൾ അത് വിലയേക്കാൾ, അടിസ്ഥാന വിലയേക്കാൾ എത്രയോ മേലെയാണെന്ന് പറയുമ്പോൾ ഗവൺമെന്റുകൾ നിങ്ങളെ ഊറ്റുകയാണ്, പോക്കറ്റ് അടിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? അപ്പൊ അതുൾപ്പെടെ കുറെ നികുതി നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഇത് ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള തെറ്റായ ഒരു പ്രചരണം നടത്താൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ ഇത് നേരിട്ട് ബാധിക്കുന്നു എന്ന് പറയാൻ, ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എഫക്റ്റഡ് ആവുന്നത് എവിടെയാണെന്ന് സൂചിപ്പിക്കാൻ ഒരു ചെറിയ ലിങ്ക്, ഒരുപാട് സാങ്കേതികത്വമൊന്നുമില്ല, ഒരു ചെറിയ ലിങ്ക് ഞങ്ങൾ ഇതിന്റെ കമന്റായിട്ടും ഇതിന്റെ ശേഷമുള്ള പോസ്റ്റുകളായിട്ടും വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഈ നികുതി നിർദ്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഏതിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടും. അതുവഴി അതിൻ്റെ ഒരു ഡാറ്റ ഞങ്ങൾ കളക്ട് ചെയ്യുകയാണ്. അത് എത്ര പേർക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്, ഇതിൽ പങ്കെടുക്കുന്ന, ഈ സർവേയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ വിധിയെഴുത്ത് എന്താണ് എന്നുള്ളത് സഭയ്ക്കകത്തും പുറത്തും പറയാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ബഡ്ജറ്റ് വിധിയെഴുത്ത് എന്ന് പറയുന്ന ഒരു ലിങ്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആ ലിങ്കിനകത്ത് ഓപ്ഷണലായിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. സംസ്ഥാന സർക്കാരിന്റെ ഈ ബജറ്റിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് ടിക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് തരുന്നത്. അതിലൊന്ന്, ഇപ്പം വെള്ളക്കരം അതും വർദ്ധിപ്പിച്ച വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതാണോ? അതല്ലെങ്കിൽ വൈദ്യുതി നിരക്കിന്റെ വർധനവാണോ? അതുമല്ലെങ്കിൽ പെട്രോൾ ഡീസലിന്റെ അധിക നികുതി വർധനവ്, സെസ്സിന്റെ രൂപത്തിലുള്ള അധിക നികുതി വർധനവാണോ? അതല്ല ഭൂമിയുടെ ന്യായവിലയിൽ 20% ഉണ്ടായ വർധനവാണോ? കെട്ടിട നികുതിയുടെ വർധനവാണോ? പൂട്ടിക്കിടക്കുന്ന വീടിന്റെ നികുതി വർധനവാണോ? മദ്യത്തിന്റെ വില വർധനവാണോ? ഭൂമി രജിസ്ട്രേഷനിലുണ്ടായ വർധനവാണോ? മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ നികുതിയിലുണ്ടായ വർധനവാണോ? അതുപോലെ തന്നെ കാറുകളുടെ കാര്യത്തിലുണ്ടായ നികുതിയിലും സെസ്സിലും ഉണ്ടായ വർധനവാണോ? അതല്ല ഇനി ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല? ഏത് ഓപ്ഷൻ തുറന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പൊ ഈ ബഡ്ജറ്റ് വെറും വർധനവിന്റെ ബഡ്ജറ്റാണ്. ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും അധ്വാനത്തിനും വില കുറച്ചു എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാത്തിനും വില കയറ്റിയ ഈ ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് കേവലം പ്രതിപക്ഷ ധർമ്മമല്ല, പ്രതികരണ ശേഷി പണയം വെച്ചിട്ടില്ലാത്ത മുഴുവൻ മലയാളികൾക്കും, ഈ രാജ്യത്തെ 2 ഭരണകൂടങ്ങൾക്കുമെതിരായി, സംസ്ഥാനത്തെയും ഭരണകൂടത്തിനെതിരായി അവനവനെ ഊറ്റാൻ ഒരു ഭരണകൂടം തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആർജവുമുള്ള ആരുടെയും പ്രതികരണം ഇപ്പൊ പ്രാധാന്യമേറുന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, സിൽവർ ലൈൻ ഉൾപ്പെടെ കൊട്ടിഘോഷിച്ചു വന്ന പല കാര്യങ്ങളും പ്രായോഗികമല്ല എന്ന് UDF പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ പരിഹസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ഒരു വരി പോലും അതേപ്പറ്റി പറയുന്നില്ല. അതുപോലെ ഈ ജനവിരുദ്ധതയും നമുക്ക് തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ മുഴുവൻ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് എങ്ങനെ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ ബോധ്യം ഈ സർവേയിൽ പങ്കെടുത്ത് നിങ്ങളും കൂടെ രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ലിങ്ക് ഇതിൽ കമൻ്റായിട്ടും അടുത്ത പോസ്റ്റുകളായിട്ടും ഞങ്ങൾ എല്ലാവരും വാട്സപ്പ് വഴിയൊക്കെ നിങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് എത്തുന്നതായിരിക്കും. ശ്രീ നജീബ് കാന്തപുരം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ഷാഫിയും മാത്യു കോൾനാടനും ഇവിടെ സംസാരിച്ചതുപോലെ ഞങ്ങൾ 2 ദിവസമായി നിയമസഭക്കകത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ സമയം രാപ്പകൽ നിയമസഭക്കകത്ത് മാത്രം ഇരുന്നുകൊണ്ട് പുറത്തു പോകാതെ ഈ സമരത്തിൽ ഞങ്ങൾ പങ്കാളികളാകുമ്പോൾ ഞങ്ങൾ 4 പേർ നടത്തുന്ന ഈ സമരം സ്വാഭാവികമായും നിയമസഭക്കകത്തായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാകാനുള്ള അവസരമില്ല. നമുക്ക് മറ്റേത് സമരങ്ങളാണെങ്കിലും നമ്മൾ തെരുവിൽ സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കും ബഹുജനങ്ങൾക്കും ഏതർത്ഥത്തിലും വന്നു ചേരാനും സ്വാഭാവികമായും ഇതിൽ പങ്കാളികളാകാനും നമ്മൾ ഉയർത്തുന്ന വിഷയം കൂടുതൽ ശ്രദ്ധേയമായി അവരിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇവിടെ മാധ്യമങ്ങൾക്ക് പോലും ഒരു പരിധിയിലപ്പുറം വരാൻ കഴിയാത്ത ഒരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ
ഞങ്ങൾ ഇന്ന് ആലോചിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലും ഞങ്ങൾക്ക് മുമ്പിൽ വെക്കുകയുണ്ടായി. ആ ശ്രദ്ധേയമായ നിർദ്ദേശമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ 2 ദിവസത്തെ ഈ സമരത്തോടൊപ്പം നിങ്ങളുടെ മനസ്സുകൂടി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇതൊരു വലിയൊരു ബഹുജന പ്രക്ഷോഭമായി, വെർച്വൽ പ്രക്ഷോഭമായി ഇതിനെ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ലിങ്കിൽ നിങ്ങൾ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സമരത്തിൽ പങ്കുചേരുക എന്നാണ് അർത്ഥം. ആ വെർച്വൽ